പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരി നാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്ത് ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം പുത്തൻ പുലരി തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രസാദം തോന്നി നമ്മളെ കരുതി നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയുണ്ടാക്കി യോഗ്യതയില്ലാത്ത ഇടത്ത് യോഗ്യത തന്ന് നമ്മളെ പരിപാലിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറച്ച ദൈവസ്നേഹത്തിനായി ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കും അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിനുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവവചന ചിന്തയ്ക്കായി പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ വേദവചനം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സ് 5 and 6. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വളരെ സുപരിചിതമാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണം. 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന് 3-ാമത്തെ ദിവസം അതേ ഉയർപ്പിൻ്റെ പകലിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കല്ലറയുടെ വാതിൽക്കലേക്ക് ഓടിച്ചെല്ലുന്ന മറിയും മറ്റു സഹോദരിമാരും കല്ല് ഉരുട്ടി മാറ്റിയത് കണ്ട് അകത്ത് കയറി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട് അത് വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ്, അങ്ങനെ ശിഷ്യന്മാര് ആ വസ്തുത അറിയാതെ ഭയപ്പെട്ട് അകത്തിരുന്നപ്പോൾ അവരിരുന്ന റൂമിനകത്ത് ഇറങ്ങി വന്ന് അവരെ ആശ്വസിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനം കൊടുത്ത് എഴുന്നേൽക്കപ്പെട്ട കർത്താവ് പ്രത്യക്ഷനായി. അതേ അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി, 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷം യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യവുമായിട്ട് പത്രോസും മറ്റു ശിഷ്യന്മാരും അതേ ആ റൂമിനകത്ത് കാത്തിരിക്കുമ്പോൾ പത്രോസ് എടുത്തുചാടി പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ കൂടെയുള്ളവര് കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങളും പുറകെ വരികയാണെന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണം 3.5 വർഷത്തെ യേശു കർത്താവിൻ്റെ കൂടെയുള്ള ശുശ്രൂഷ ആ ശുശ്രൂഷകൾ മുഴുവൻ കണ്ട് യേശു കർത്താവ് മരണപ്പെടുമെന്നും കഷ്ടാനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ത്യാഗം അനുഭവിക്കേണ്ടി വരുമെന്നും ഒരു കണ്ണിനും ദൈവദാനാഥ ക്രൂശിക്കപ്പെടുമെന്നും ക്രൂശിക്കപ്പെട്ട ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നും അതിനുശേഷം ശിഷ്യന്മാർക്ക് ആ വരം നൽകപ്പെടുമെന്നും സുവിശേഷം അറിയിക്കണമെന്നുള്ള വാഗ്ദത്തങ്ങൾക്ക് ശേഷം എന്നാൽ അവിടെ നിന്ന് പിന്മാറ്റത്തിലേക്ക് എന്ന് പറയാവുന്നത് പോലെ മാറിപ്പോയ ശിമോൻ പത്രോസും കൂട്ടാളികളും. അങ്ങനെ ഇവരും ശിമോൻ പത്രോസും കൂട്ടാളികളും പടകിന്റെ ആ ഗലീല കടലിൽ സ്ഥിര പരിചയമുള്ള ഗലീല കടലിൽ ചെന്ന് അവിടെ വല വീശുകയാണ്. അങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് വല വീശിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് നേരം അധ്വാനിച്ചു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പ്രഭാതയാമം വരെ അധ്വാനിച്ചു. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അതേ ആ നഷ്ടപ്പെട്ടതിനെ, പിന്മാറിപ്പോയതിനെ, ഒന്നുകൂടി പറഞ്ഞാൽ 100-ൽ 1 നഷ്ടപ്പെട്ട ആളിനെ തിരഞ്ഞു വരുന്ന ഇടയനായ കർത്താവ് ഇതാ പത്രോസിനെയും തൻ്റെ കൂട്ടാളികളെയും അന്വേഷിച്ചു വരികയാണ്. 10 ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ മുറി മുഴുവൻ അടിച്ചു വാരിയത് എവിടെ നഷ്ടപ്പെട്ടെന്ന് അന്വേഷിക്കുന്ന ആ സ്ത്രീയെ പോലെ ഇതാ ആ നല്ല ദ്രഹ്മയുടെ നല്ല ശിഷ്യന്മാരുടെ ഉടയവനായ കർത്താവ് അവരെ അന്വേഷിച്ചു വരികയാണ്. 2 മക്കളിൽ ഇളയവനായ, നമ്മൾ ധൂർത്തപുത്രൻ എന്നോ മുടിയനായ പുത്രൻ എന്നോ വിളിക്കുന്ന ആ പുത്രനെ, ആ മകനെ നോക്കി, ആ മകനെ അന്വേഷിച്ച് ആ മകൻ മടങ്ങി വരുമെന്ന് കാത്തിരിക്കുന്ന പിതാവിനെ പോലെ അന്വേഷിച്ചു വരുന്ന യേശു കർത്താവ് ഗലീല തീരത്തിനടുത്തേക്ക്, കടലിനടുത്തേക്ക് അടുത്തു വരികയാണ്. അടുത്തു വന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാ, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇപ്പോ പിടിച്ച ചിലതിനെ കൊണ്ടുവരാൻ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അധ്വാനം മാത്രം മിച്ചം, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ യേശു പറഞ്ഞു, പടകിന്റെ വലതുഭാഗത്തേക്ക് നീക്കി വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പ ഹേതുവായി വലിപ്പാൻ കഴിഞ്ഞില്ല. അവിടെ എഴുതിയിട്ടുണ്ട് 153 പെരുത്ത മീൻ. ആ മീനിന്റെ പെരുപ്പ ഹേതുവായി വലിപ്പാൻ കഴിയാത്തതുപോലെ പടക് നിറഞ്ഞു. അപ്പോഴാണ് യേശുനാഥനെ തിരിച്ചറിഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത് യേശുവാണെന്ന് മനസ്സിലാക്കി. അത് യേശുവാണെന്ന് അവര് മനസ്സിലാക്കി.
യേശുവാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, അത് യേശുവാണെന്ന് അവര് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, യേശുവാണെന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പത്രോസ് നഗ്നനാകിയാൽ കടലിലേക്ക് ചാടി, അങ്കി അരയിൽ ചുറ്റി കടലിലേക്ക് ചാടി എന്ന് വായിക്കുന്നുണ്ട്. അതിനുശേഷം യേശു അവരോട് പറഞ്ഞു, ദേ കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവാൻ. കനലിന്മേൽ ചുട്ട അടയും ചുട്ടെടുത്ത മീനുമായി യേശു കർത്താവ് പ്രാതൽ ഒരുക്കി വെച്ചു. അതിനുശേഷമുള്ള ഭാഗം നമുക്കറിയാം. ശിമോൻ പത്രോസിനോട് ചോദിക്കുക, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യം. അവിടെ ഒരു നിയോഗത്തോടെ കർത്താവ് വിടുന്നു. ഈ നമ്മൾ കാണുന്ന ഈ പെരുത്ത മീൻകൂട്ടമല്ല അത്ഭുതം. യേശു കർത്താവ് ഒന്നുമില്ലായ്മയിലേക്ക് ഇറങ്ങി വരികയും ഇറങ്ങി വന്ന് അവർക്ക് വേണ്ടി കരുതുകയും ചെയ്തതല്ല അത്ഭുതം. ഒന്നുമില്ലായ്മയിൽ മീൻപിടുത്തത്തിൽ ഒന്നും കിട്ടാതെ ആ മീൻപിടുത്തത്തിനകത്തിറങ്ങി വന്ന് വലതുവശത്തേക്ക് വല വീശെന്ന് പറഞ്ഞ് വല വീശിയപ്പോൾ വല നിറഞ്ഞതല്ല അത്ഭുതം. 153 പെരുത്ത മീനല്ല അത്ഭുതം. ഇനി കനലിന്മേൽ ചുട്ടി അടയും പ്രാതലൊരുക്കിയതല്ല അത്ഭുതം. അതിനപ്പുറത്ത് വലിയൊരു നിയോഗത്തിലേക്ക്, ഒരു തരത്തിൽ പറഞ്ഞ മാറിപ്പോയ, ദൈവത്തിന്റെ പാതയിൽ നിന്ന് മാറിപ്പോയി ഒരുത്തനെ പിടിച്ചു തിരിച്ചു കൊണ്ടുവന്ന് കർത്താവിന്റെ പാതയിൽ നിർത്തി നിയോഗത്തോടെ അഭിഷേകത്തോടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്ത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞ് നിയോഗത്തോടെ വിട്ട്, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ നിയോഗം പ്രാപിച്ച് ശക്തി പ്രാപിച്ച പത്രോസ് മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ ഒരുമിച്ച് നിൽക്കുന്നു. ശിഷ്യന്മാർ 11 പേർ അതിലൊരുവനായി എഴുന്നേറ്റ് നിന്നു. വാക്കിതാണ്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തരുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്ന എന്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം എടുത്ത ശിമോൻ, താക്കോൽ കയ്യിലുള്ള ശിമോൻ, ആ ശിമോൻ സ്വർഗരാജ്യം ഒന്ന് തുറന്നു. 10 ദിവസങ്ങൾക്ക് യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സ്വർഗാരോഹണത്തിന്റെ 10 ദിവസത്തിന് ശേഷം ആ ശിമോൻ സ്വർഗരാജ്യം ആ താക്കോലിട്ടൊന്നു തുറന്നു. തുറന്ന വഴി കയറി 3000 പേർ ഒറ്റയടിക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കയ്യിലുള്ളവനായിട്ട് പിന്നീട് ശിമോൻ, ആ പത്രോസ്, പേര് മാറിയ പത്രോസ്, അത് പീസ് ഓഫ് റോക്കായിട്ട് അങ്ങനെ തന്നെ യാത്ര ചെയ്തു. ഉറപ്പിക്കുന്ന പത്രോസ്. യേശു കർത്താവ് വന്ന് തീരത്ത് വന്നത്, ഇല്ലായ്മയിലേക്ക് ഇറങ്ങി വന്നത്, നിന്നെ ഇല്ലായ്മയെ എടുത്തു കളയാനല്ല, ചതഞ്ഞ് ഒടിച്ചു കളയുന്നവരല്ല, പുകയുന്ന തിരി കെടുത്തി കളയുന്നവരല്ല, മറിച്ച് നിയോഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിനാ. അതുകൊണ്ട് എഫെസോസ് സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നറിയാൻ, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്നതെന്ന് മനസ്സിലാക്കി ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതി. കുഞ്ഞെ, നീ ഇല്ലായ്മയും നീ കഷ്ടപ്പാട് നീ വേദനയും കൂടെ പോകുമ്പോൾ നിന്നെ കുറിച്ചൊരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ കൃപ, നിന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട് കുഞ്ഞെ. അതിലേക്ക് നിന്നെ ലീഡ് ചെയ്യുക. കർത്താവ് അതിലേക്ക് നിന്നെ നടത്തുന്നു. ദൈവകൃപ കൂടിയിരിക്കും. നീ ആ പദ്ധതിക്കകത്ത് ഇന്ന് നീ ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരുപാട് അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതിരിക്കുന്നെങ്കിൽ, അധ്വാനത്തിന് തക്ക ഫലം കിട്ടാതെ നീ വിഷമിച്ചിരിക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവുണ്ട്. കർത്താവ് നിന്റെ കൈ പിടിച്ച് നിന്നെ നടത്തുക മാത്രമല്ല, നിന്നെ കുറിച്ചുള്ള ദൈവ നിയോഗത്തിലേക്ക്, ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക്. ദൈവം അറിഞ്ഞിട്ടാണ് ഈ ശൂന്യത, ദൈവം അറിഞ്ഞിട്ടാണ് ഈ നഷ്ടം, ദൈവം അറിഞ്ഞിട്ടാണ് ഈ വേദന, ദൈവം അറിഞ്ഞിട്ടാണ് ഈ രോഗം, ദൈവം അറിഞ്ഞിട്ടാണ് ഈ അപകടം. ഇതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി, ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി, ഈ രാത്രിയിൽ അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി നിന്നെ കുറിച്ചുള്ള ദൈവത്തിലേക്ക് നടത്തുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കുറിച്ചുള്ള ദൈവ പദ്ധതിയിലേക്ക് ഞങ്ങളെ നയിക്കുന്ന നടത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവകരം കൂടിയിരിക്കുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കുന്ന അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. രക്തത്തിന്റെ മുദ്രയും കൃപ വ്യാപരിക്കും. അദൃശ്യമായ സാന്നിധ്യത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ദൈവകൃപ ധാരാളമായി പകരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കും. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു.
ബാക്കിയെല്ലാ മാനവും മഹത്വവും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.